നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വോയിസ് ഓഫ് റോസിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോയുമായി ഞാൻ വരുമ്പോൾ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി വിനീതമായി അപേക്ഷിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വോയിസ് ഓഫ് റോസ്. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം, എനിക്ക് മെയിൽ വന്ന വിഷയമാണ്. നമ്മുടെ തൃശ്ശൂർക്കാർ ജോസേട്ടൻ അയച്ച മെയിലാണ്. നല്ല ഗഡിയാണ്. പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്ക് ക്ഷേമ പെൻഷൻ നിഷേധിച്ചു പഞ്ചായത്ത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഭാര്യയ്ക്ക് സ്വത്തുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഭാര്യയ്ക്ക് സ്വത്തുണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ നിഷേധിക്കാൻ പാടൂ എന്നാണ് പുള്ളി ചോദിച്ചേക്കുന്നത്. അപ്പോൾ ജോസേട്ടന് നമുക്കൊരു മറുപടി കൊടുക്കണ്ടേ? അപ്പോൾ ജോസേട്ടനുള്ള മറുപടിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ജോസേട്ടന് മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങളുമായി അഭിമുഖീകരിക്കുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിലുടനീളം ഉണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, അതിന് പരിഹാരം എന്താണ് നിയമവശം, ഈ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ക്ഷേമ പെൻഷന് വേണ്ടുന്നത്, നിങ്ങളുടെ പേരിൽ വസ്തു ഒന്നുമില്ല, സ്വന്തമായി വരുമാനമില്ല, ഭാര്യയുടെ പേരിലാണ് വസ്തു, ഇപ്പോഴും അർഹതയില്ല എന്നാണ് പഞ്ചായത്ത് പറഞ്ഞിട്ടുള്ളത്. പ്രധാന നിയമപരമായ വസ്തുതകൾ ഇതിന്. ക്ഷേമ പെൻഷൻ ചട്ടം അനുസരിച്ച് അർഹത പരിശോധിക്കുമ്പോൾ വ്യക്തിപരമായി യാതൊരു വിധത്തിലും സ്വത്തില്ല എന്ന് കാണിക്കേണ്ടതുണ്ട്. ഇനി ഭാര്യയുടെ പേരിൽ വീടും സ്ഥലവും ഒക്കെ ഉണ്ടെങ്കിൽ അതും നമ്മളുടെ സ്വത്തായിട്ട് കണക്കാക്കപ്പെടും. പക്ഷേ അത് ക്ഷേമ പെൻഷന് മാത്രമാണ് അത്തരത്തിലുള്ളത്. ഭാര്യയുടെ സ്വത്തവകാശം ഭർത്താവിനും കൂടി ഉള്ളതാണ് എന്നതാണ് ഈ ക്ഷേമ പെൻഷൻ്റെ അർഹതയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന മാനദണ്ഡം. ഇനി സാമൂഹ്യ പെൻഷന് എന്ത് തരത്തിലുള്ള അർഹതയാണ് വേണ്ട സാമൂഹ്യ പെൻഷന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ? 2021 സാമൂഹ്യ പെൻഷൻ സുരക്ഷാ പെൻഷൻ്റെ നിബന്ധനകൾ പ്രകാരം 60 വയസ്സിന് മുകളിൽ പ്രായമായിരിക്കണം. വ്യക്തിഗത വരുമാനം ഇല്ലാത്തവരോ കുറഞ്ഞ വരുമാനം ഉള്ളവരോ ആയിരിക്കണം. സ്വന്തമായി വസ്തു ഇല്ലാത്തവരോ ചെറിയ വീട്ടുപരിസരങ്ങൾ മാത്രം ഉള്ളതോ ആയിരിക്കണം. മറ്റൊരു പെൻഷനും ലഭിക്കുന്നില്ല എന്നുള്ള ഉറപ്പും കൂടി ഉള്ളവർക്ക് മാത്രമാണ് 2021 സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുസരിച്ച് അപേക്ഷ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമ്മൾക്ക് അർഹത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ വിഷയം ഞാൻ പറഞ്ഞു, നിയമപരമായ വിഷയങ്ങൾ പറഞ്ഞു. ഇനി അവരവർക്ക് ഇതിന് നിയമപരമായ അവകാശങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം. അതിൽ നമ്മുടെ ജോസേട്ടൻ ചോദിച്ചതാണ്, ഭാര്യയുടെ സ്വത്ത് നമുക്ക് അവകാശപ്പെട്ടതാണോ എന്നുള്ളത്. ഈ പെൻഷന് ഭാര്യയുടെ സ്വത്ത് അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടിലാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർ നിയമപരമായി ആണെങ്കിൽ ഭാര്യയുടെ സ്വത്ത് ഈ ഒരു വിഷയത്തിൽ കൺസിഡർ ചെയ്യപ്പെടും. അപ്പോൾ സുരക്ഷാ പെൻഷന് ഭാര്യയുടെ സ്വത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പെൻഷൻ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഭാര്യയുടെ വസ്തുവിൻ്റെ അളവോ, വീട്ടിൽ വാഹനം ഭാര്യയുടെ പേരിലുണ്ടെങ്കിലോ, വീട്ടിൽ AC ഉണ്ടെങ്കിലോ, വീട്ടിൽ 950 സ്ക്വയർ ഫീറ്റിന് കൂടുതൽ എന്നുള്ളതാണ് കൃത്യമായ ഒരു അളവ്. എനിക്കത് കിട്ടിയിട്ടില്ല. അതിൽ കൂടുതലുള്ള ഒരു വീടോ ഉണ്ടെങ്കിൽ ഭാര്യയുടെ പേരിലായാൽ മതി, അതിന് നമുക്ക് അർഹതയില്ല എന്നുള്ളതാണ് ഈ നിയമപ്രകാരം പറയുന്നത്. ഇനി നിങ്ങൾക്ക് നിഷേധിച്ചത് എങ്ങനെയാണെന്ന് കൃത്യമായി നിങ്ങൾ പറയുന്നില്ല. പഞ്ചായത്തിൽ നിന്ന് നിഷേധിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ജോസേട്ടൻ എന്നോട് പറഞ്ഞേക്കുന്നത്. ജോസേട്ടാ, നിങ്ങൾക്ക് RTA വിവരാവകാശ നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. ഏതൊക്കെ കാരണങ്ങൾ വെച്ചിട്ടാണ്, ഏതൊക്കെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിഷേധിച്ചത് എന്നുള്ളത്. ആ വിവരാവകാശ നിയമപ്രകാരം കിട്ടുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അത് നിങ്ങൾക്ക് കൂടുതൽ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ വിവരങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാത്തതുകൊണ്ട് നിയമവശം മാത്രം ഞാൻ പറഞ്ഞു. ഭാര്യയുടെ സ്വത്തും ഈ പെൻഷനിൽ കൺസിഡർ ചെയ്യും. അപ്പം നമുക്ക് ഭാര്യയുടെ സ്വത്തുണ്ടെങ്കിൽ ഈ പെൻഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല, വീടുണ്ടെങ്കിൽ. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്.
നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് RTI കിട്ടിയതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം ഇതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ എൻ്റെ മെയിൽ ID ഇതിൻ്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസ് BDOയിൽ നമുക്ക് ഇതിന് RTI മേടിച്ചതിന് ശേഷം നിയമസഹായം നേടാവുന്നതാണ്. അതല്ലെങ്കിൽ ജില്ലാ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഓഫീസിൽ നേരിട്ട് പരാതിയും നൽകാവുന്നതാണ്. ഇത്തരത്തിലുള്ള RTI മൂലം അത് കൃത്യമായി റിജക്ഷൻ, അതായത് നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തതിൻ്റെ കൃത്യമായ രേഖകൾ വെച്ചിട്ട് വേണം നമ്മൾ ഒരിടത്ത് പരാതി നൽകാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള റിജക്ഷൻ, അതായത് നിങ്ങൾക്ക് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ആ നിഷേധന കുറിപ്പ് ഉൾപ്പെടെ, ആ കുറിപ്പിൽ വ്യക്തമായ റീസൺസ് ഒന്നും പറയുന്നില്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം ആ റീസൺസ് നമ്മൾ കളക്ട് ചെയ്യുക. ആ റീസൺസും കൂടി എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന സ്ഥാപനങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ സ്ഥാപനങ്ങളുടെ പേരുകളൊന്നും കൂടെ ഞാനിത് ഈ വീഡിയോയുടെ അടിയിൽ ഇടാം. ആ സ്ഥാപനങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് നേരിട്ട് പരാതി നൽകാവുന്നതാണ്. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മെയിൽ ഐഡിയിലോട്ട് അയച്ചു തന്നാൽ മതി. നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും പരാതി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നും അതിനു പറ്റിയ നിയമ കാര്യങ്ങളും നമ്മൾ നമ്മുടെ മെയിൽ ഐഡിയിൽ തരുന്നതോ അല്ലെങ്കിൽ കമൻസിൽ തരുന്നതിനോ നമ്മൾ കൃത്യമായ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം മെയിൽ ID കൊടുക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത്തരത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും നിയമവശങ്ങളും ഇനിയും പുതിയ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി കാണുന്നിടം വരെ നന്ദി, നമസ്കാരം. വോയിസ് ഓഫ് റോസ് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുതേ.